ഹലോ എവരിവൺ, ഡോക്ടർ ജയലക്ഷ്മി അഗെയിൻ. ലിവിങ് ലഗൂം എന്ന അന്ന ബ്രോൺസ് ഒരു സ്വീഡിഷ് എഴുത്തുകാരിയാണ്. ബാലൻസ്ഡ് ലൈഫ് ദ സ്വീഡിഷ് വേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആയുർവേദ ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി സർവേഷാം മധ്യമം ശസ്ത്രം എന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതും. അതായത് കൺസിസ്റ്റൻസി, ഹാർഡ് വർക്കിംഗ്, സ്മോൾ ചേഞ്ചസ് ഇതെല്ലാം ചേർന്ന് ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാം. ഇതാണ് ഈ ബുക്കിൻ്റെ ഉള്ളടക്കം. ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ ശാന്തവും അടുക്കും ചിട്ടയും ചേർന്നതാണ്. നമുക്ക് കിട്ടിയ കൊച്ചു ജീവിതത്തിനെ മനസ്സിലാക്കി അതിൽ വന്നിട്ടുള്ള പ്രത്യേകതകൾ, ആളുകൾ, സാഹചര്യങ്ങൾ, ആനുകൂല്യങ്ങൾ, അസംബന്ധങ്ങൾ തുടങ്ങിയ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ലൈഫ് സ്കിൽ അറ്റൈൻ ചെയ്യാനും നമ്മൾ പരിശ്രമിക്കണം. എന്താണോ നമുക്ക് സർവേശ്വരൻ തന്നിരിക്കുന്നത് അതിനെ സൂക്ഷ്മമായി മനസ്സിലാക്കുക. എവിടെയാണ് ബാലൻസ് ഉണ്ടാക്കേണ്ടത്? അത് ചിലപ്പോൾ ശരീരത്തിലാകാം, മനസ്സിലാകാം, സാഹചര്യത്തിലാകാം, ചുറ്റുപാടിലാകാം. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം ശ്രദ്ധിക്കണം. കംഫർട്ട് സോൺ, അത് എത്ര തന്നെ ദുഷ്കരമായെങ്കിലും നമ്മളുമായി ഇഴുകിച്ചേർന്ന് അങ്ങനെ അങ്ങ് പോകാൻ മനുഷ്യന് ഒരു പ്രത്യേക വാസനയുണ്ട്. എന്നാൽ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങുക, തുറക്കാത്ത വാതിലുകൾ ആഞ്ഞു തള്ളി നോക്കുക, അറിയാത്ത വഴികളിൽ പകച്ചു നിൽക്കാതെ ഇവിടെ നിന്നെങ്കിലും ഒരു തിരി വെളിച്ചം കിട്ടുമോ എന്ന് നോക്കുക. നിരന്തരമായി പരിശ്രമിക്കുക. അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ പരിശ്രമത്തിൻ്റെയും പാഠങ്ങൾ പഠിക്കാൻ മനഃപൂർവ്വം സമയം കണ്ടെത്തുക. ഈ ആധുനിക കാലത്തെ ജേണലിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ, അത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ നമ്മൾക്ക് തന്നെ ഒരു കൈത്തിരിയാകുന്നതിനാണ്. നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാൻ എല്ലാ ദിവസവും ജേണലിംഗ് ശീലമാക്കുക. കൃത്യമായി ഒരു 3 മാസം ചെയ്താൽ നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകും. എൻ്റെ ആശ ആയുർവേദിക്സിൻ്റെ വീഡിയോ സീരീസിൽ ഒരു 5+5 മിനിറ്റ് ജേണലിംഗ് എന്ന ഒരു റീഡിങ്ങും ജേണലിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ജേണലിങ്ങിന് വേണ്ടിയും റീഡിങ്ങിന് വേണ്ടിയും ഉള്ള വീഡിയോസ് ഉണ്ട്. അത് കൃത്യമായ അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. റൈറ്റ് ആൻഡ് പബ്ലിഷ് വിത്ത് മീ തുടങ്ങിയ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി വീക്ക് എഹെഡ്. ബൈ.